ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന പോയത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ റെഫ്യൂജി ബ്ലൂസ് എന്ന് പറയുന്ന പോയത്തിന്റെ സമ്മറി മലയാളത്തിൽ നല്ല വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ സെറ്റ്ഗീസ്റ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സും, ഇതിപ്പോ 4ാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതുവരെയുള്ള 3 മൊഡ്യൂളിലുമുള്ള എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണണം. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് കാണാം. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആൻഡ് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റത്തത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ഉണ്ടാവില്ല, നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എന്റെ എല്ലാം ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒരു 1 or 2 സെന്റൻസിൽ ആക്കി എഴുതിയാൽ മതി, അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇൻ വിച്ച് കളക്ഷൻസ് വാസ് റെഫ്യൂജി ബ്ലൂസ് ഇൻക്ലൂഡഡ്? റെഫ്യൂജി ബ്ലൂസ് ഏത് സമാഹാരത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ 10 songs. Second question, which tree blossoms every spring anew in Auden's poem? ഓഡന്റെ കവിതയിൽ ഏത് മരമാണ് എല്ലാ വർഷവും പൂക്കുന്നത്? ആൻസർ yew. Third one, they had no politicians and sang at their ease. Who? They had no politicians and sang at their ease. ആരാണവർ? ആൻസർ the birds, പക്ഷികൾ. Okay, fourth question, who said to the narrator, if you have got no passport you are officially dead? ആരാണ് നറേറ്ററിനോട് ഇപ്രകാരം പറഞ്ഞത്? നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി മരിച്ചു എന്നാണ് അർത്ഥം. ആൻസർ ദ കോൺസ്യൂൾ. ദ കോൺസ്യൂൾ ആണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള 2 or 3 സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആൻഡ് ഞാൻ എല്ലാ ക്വസ്റ്റ്യന്റെയും മലയാളവും ഒപ്പം ആൻസറിന്റെ മലയാളവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം റെഫ്യൂജി ബ്ലൂസ്? റെഫ്യൂജി ബ്ലൂസ് എന്ന കവിതയുടെ സന്ദർഭം എന്താണ്? ആൻസർ, റെഫ്യൂജി ബ്ലൂസ് വാസ് റിട്ടൺ ഇൻ മാർച്ച് 1939 when anti-Semitism was at its height in Germany. It laments the sad plight of the Jews who were threatened to leave the country before the Holocaust. ഈ കവിത മാർച്ച് 1939 ആണ് എഴുതിയത്. ആ സമയം ജൂതവിരുദ്ധ വികാരം ജർമ്മനിയിൽ അതിന്റെ ഉച്ചസ്ഥായിയിൽ ആയിരുന്നു. ഹോളോകോസ്റ്റിന് മുമ്പ് രാജ്യം വിട്ടു പോകാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ജൂതന്മാരുടെ ദുരവസ്ഥയാണ് ഈ കവിതയിൽ. സെക്കൻഡ് വൺ, വാട്ട് മേക്സ് ദ പോയറ്റ് സ്റ്റേറ്റ് ദാറ്റ് there was no place for him and his beloved? തനിക്കും തന്റെ പ്രിയതമയ്ക്കും ഒരു സ്ഥലവും ഇല്ല എന്ന് കവി പറയുവാൻ കാരണം എന്താണ്? ആൻസർ, the poet states that there was no place for him and his beloved because they were refugees and they had no place to go. അവർ അഭയാർത്ഥികളായിരുന്നു, അവർക്ക് പോകാൻ ഒരിടവുമില്ല. Third question, what is described as the thunder rumbling in the sky? ആകാശത്തു നിന്നും കേൾക്കുന്ന ഇടിമുഴക്കം എന്താണ്? The thunder rumbling in the sky was the voice of Hitler saying they must die. They means the Jews. നിങ്ങൾ മരിക്കണം എന്ന് പറഞ്ഞുള്ള ഹിറ്റ്ലറിന്റെ ആക്രോശമായിരുന്നു അത്. നിങ്ങൾ എന്നാൽ ജൂതന്മാർ. Fourth one, how does Auden compare the old yew tree and the old passports? കുറച്ച് ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ. ഓഡൻ എങ്ങനെയാണ് ആ പഴയ യു മരത്തെയും പഴയ പാസ്പോർട്ടുകളെയും താരതമ്യപ്പെടുത്തിയത്? ആൻസർ, the old yew trees blossoms every year anew but the old passports can't be renewed. ആ യു ട്രീ എല്ലാ കൊല്ലവും പൂക്കും, അങ്ങനെ അത് നവീകരിക്കും, പക്ഷേ ജൂതന്മാരുടെ പഴയ പാസ്പോർട്ടുകൾ പുതുക്കാൻ പറ്റുകയില്ല. Fifth one, what makes the poet state the following? Oh, we were in his mind, my dear. Oh, we were in his mind. എന്തുകൊണ്ടാണ് കവി പറയുന്നത് നമ്മളായിരുന്നു അയാളുടെ മനസ്സിൽ എന്ന്? ആൻസർ, when Hitler was saying they must die, he had in mind the Jewish people, which included the speaker and his beloved. അവർ മരിക്കണം എന്ന് ഹിറ്റ്ലർ ആക്രോശിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ ജൂതരായിരുന്നു, സ്പീക്കറും അയാളുടെ പ്രിയതമയും ജൂതരാണ്. 6-1, explain if we let them in they
will steal our daily bread. വിശദീകരിക്കുക. നമ്മൾ അവരെ വരാൻ അനുവദിച്ചാൽ അവർ നമ്മുടെ അപ്പം മോഷ്ടിക്കും. Answer. The politicians or rulers of other democratic countries to which the refugees rushed were not willing to accept them because if they were allowed to come, they will take up all the jobs and thus the local people will lose their jobs and thus their bread. ഹിറ്റ്ലർ ജൂതന്മാരോട് രാജ്യം വിട്ടുകൊള്ളണം എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ നോക്കി. പക്ഷേ അവിടുത്തെ ഭരണകർത്താക്കൾ അവരെ വരാൻ അനുവദിച്ചില്ല. കാരണം അവർ വന്നാൽ അവിടുത്തെ ജോലികളെല്ലാം അവർ എടുക്കുകയും അവിടുത്തെ നാട്ടുകാർക്ക് ജോലിയും അവരുടെ അപ്പം മീൻസ് ഭക്ഷണവും നഷ്ടമാവുകയും ചെയ്യും. 7th question. In what context is the question where shall we go today asked? ഏത് സന്ദർഭത്തിലാണ് നമ്മൾ എങ്ങോട്ട് പോകും എന്ന് സ്പീക്കർ ചോദിക്കുന്നത്? The speaker goes to a committee dealing with the refugees. The committee members asked him to get back to them the next year. That was the context. The question is, where will the refugees stay today till next year? അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ അടുത്ത് സ്പീക്കർ പോകുന്നു. കമ്മിറ്റിയിലെ അംഗങ്ങൾ അയാളോട് പറയുന്നു അടുത്ത കൊല്ലം വരാൻ. ഇതായിരുന്നു സന്ദർഭം. ഇന്നു മുതൽ അടുത്ത കൊല്ലം വരെ അഭയാർത്ഥികൾ എവിടെ പോകും എന്നുള്ളതാണ് ചോദ്യം. 8th question. How does the poet compare the human race with the birds? എങ്ങനെയാണ് കവി പക്ഷികളെ മനുഷ്യവർഗവുമായി താരതമ്യപ്പെടുത്തുന്നത്? Answer. The birds were sitting in the trees in a forest in which the poet walked. They had no politicians and they sang as they liked. The birds have freedom and they can do things as they want. But here human beings have now here to go and they can't be happy and they can't sing. കവി കാട്ടിൽ നടന്നപ്പോൾ മരങ്ങളിൽ പക്ഷികൾ ഇരിക്കുന്നത് കണ്ടു. അവയ്ക്ക് രാഷ്ട്രീയക്കാർ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പാട്ടുപാടി. അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ മനുഷ്യർക്ക് പോകാൻ ഇടമില്ല. അവർക്ക് സന്തോഷിക്കാനോ പാട്ടുപാടാനോ സാധിക്കുന്നില്ല. 9th question. Comment on the use of hyperbole in the poem. And important question. ഈ കവിതയിൽ കാണുന്ന ഹൈപ്പർബോളയെ പറ്റി വിശദീകരിക്കുക. Hyperbole is a figure of speech. ആൻസർ പറയാൻ കേട്ടോ, ഒരു മിനിറ്റ്. Okay. Hyperbole is a figure of speech which is a deliberate and obvious exaggeration of things. In the poem, we find many hyperboles. Some examples are the thundering voice of Hitler over Europe saying they must die, the building with 1,000 floors, 1,000 windows, and 1,000 doors, and 1,000 soldiers looking for them. ഹൈപ്പർബോൾ എന്നാൽ ഒരു കാര്യത്തെ പർവ്വതീകരിച്ചു പറയുക എന്നാണ്. ഈ കവിതയിൽ അങ്ങനെയുള്ള പർവ്വതീകരണങ്ങൾ പലതും ഉണ്ട്. ഉദാഹരണത്തിന്, യൂറോപ്പ് മുഴുവൻ കേൾക്കത്തക്ക വിധത്തിൽ അവർ മരിക്കണം എന്ന ഹിറ്റ്ലറിന്റെ ആക്രോശം, 1000 വാതിലുകളും 1000 ജനലുകളും 1000 തറകളും ഉള്ള കെട്ടിടം, 1000 പട്ടാളക്കാർ സ്പീക്കറെയും അയാളുടെ പ്രിയതമയെയും അന്വേഷിക്കുന്നത് മുതലായവ. Okay, and the 10th and last final question. What was the feeling of the poet when he went down the harbor and stood upon the quay? തുറമുഖമേടയിൽ നിന്നപ്പോൾ കവി എന്താണ് ചിന്തിച്ചത്? The poet feels jealous of the fish which were free to swim where they liked, but the refugees can't go where they want to go. In that sense, like fish, enjoyed a better life than the refugees. കവിക്ക് വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന മീനുകളോട് അസൂയ തോന്നി. അഭയാർത്ഥികൾക്ക് പോകാൻ ഒരിടവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മീനുകളാണ് മനുഷ്യരെക്കാൾ നല്ല ജീവിതം നയിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഷോർട്ട് ആൻസർ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത വീഡിയോയില് നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്റർ, ആംനസ്റ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മലയാളം സംഗ്രഹവും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് കേൾക്കാം. എല്ലാ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുതന്ന എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എക്സാം അയക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.